രാവിലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് പൂവിൽ നിന്ന് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ജോലി തീർക്കണം. അപ്പോൾ ഇന്ന് മോള് വീട്ടിലുണ്ടതുകൊണ്ട് രാവിലെ ജോലി തീർത്താൽ കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് രാവിലെ തന്നെ ജോലി തീർക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ രാവിലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചുവപ്പം കോരയാണ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ എന്താ പറയുക, പുളിമുളകാണ് വെക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ചട്ടിയിലിട്ടൊന്ന് നല്ല തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ട് കറി തിളച്ചതിന് ശേഷം തിളച്ച് വരും. കാരണം വെച്ചാൽ നല്ല തീയുണ്ട്. വിറകടുപ്പിലാണ് ഞാൻ ഇന്ന്. അടുപ്പിൽ നല്ല തീ ഉണ്ടായിരുന്നു. എല്ലാം വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം തിള വന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയും ഉണ്ടമുളകും, മണമുള്ള മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറി എല്ലാം സെറ്റായി മാറ്റി വെച്ചു. അതിന് മീൻകറിക്ക് ഇനി കടുക് വറുക്കണം. കടുക് വറുക്കാൻ എനിക്ക് ഭാഗ്യം പോലെ ഇന്ന് 2 കരിവേപ്പില കിട്ടി. കാരണം വെച്ചാൽ ഞാൻ നട്ടതെന്ന് 2 കരിവേപ്പില ഞാൻ എടുത്തു. പിന്നെ കടുക് വറുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, 1 സ്പൂൺ കടുക് ഇട്ടു. പിന്നെ എന്താ പറയുക, ഉലുവ ഇട്ടു, ഇച്ചിരി ഉലുവ ഇട്ട്, പിന്നെ ഉള്ളി, കരിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് വരപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് ഞാൻ നട്ട കരിവേപ്പിലയിൽ ഞാൻ കരിവേപ്പിലയിൽ നിന്ന് എടുത്തത്. അപ്പോൾ അതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അപ്പോൾ അതൊന്ന് കടുക് നന്നായിട്ടൊന്ന് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് മീൻകറിലോട്ട് ഒഴിക്കാം. അതേ ചട്ടിക്കകത്ത് തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് പടവലം തോരനാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പടവലം. അപ്പോൾ ആ ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വേറെ ചട്ടിയൊന്നും മാറ്റിയില്ല. പിന്നെ മീൻ പൊരിക്കാൻ മാത്രം വേറെ ചട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് എല്ലാം അടുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, കരിവേപ്പില അത്രയും പിച്ചാനില്ലാത്തതുകൊണ്ട് ഞാൻ കരിവേപ്പില സ്കിപ്പ് ചെയ്തു. മീൻ കറിക്കകത്ത് മാത്രമേ കരിവേപ്പില ചേർത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ സാധനം ഇട്ട് കൊടുക്കുക. അതിനകത്ത് ഞാൻ സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകുണ്ട്, അത് പടവലത്തിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കുക. പടവലത്തിൽ തന്നെ നല്ല വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് വീണ്ടും നമ്മൾ തോരനിലോട്ട് തിരിച്ചു വന്നു. തോരനപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിൽ എല്ലാവരും തോരന് ചേർക്കുന്ന ചേരുവകൾ തന്നെയാണ് ഞാനും ചേർത്തേക്കുന്നത്. തോരൻ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. ഇച്ചിരി കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അടി പിടിച്ചേനെ. ഞാൻ വരാനും കുറച്ച് ലേറ്റായി പോയി. ഞാൻ വേറെ ജോലിയിലോട്ടൊക്കെ പോയിരുന്നു. അത് തോരൻ റെഡിയായി. അതിന് ശേഷം നമുക്ക് മീൻ പൊരിക്കാം. മീനും പൊരിച്ച് നമ്മളെ ജോലി ഇന്നത്തെ കഴിഞ്ഞ് രാവിലത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ